പ്രതീക്ഷകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു വേദിയില് നമ്മുടെയൊക്കെ മനസ്സിൽ ഹണി റോസ് എന്ന് പറയുമ്പോ പ്രണയത്തിന് എപ്പോഴും റോസ് എന്നത് ഒരു വലിയ സ്പെഷ്യലാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിലേക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഇങ്ങനെ പറന്നു പോകട്ടെ, ഒരുപാട് പേരുടെ ജീവിതത്തിലെ പ്രണയം സാഫല്യമാകട്ടെ ഈ പ്രണയ ദിനത്തിൽ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഒരു വാലന്റൈൻസ് ഡേ വിഷും നേർന്നുകൊണ്ട് ഇവരെ നമുക്ക് പറത്തിവിടാം. ഹണിയോട് ചോദിക്കുകയാണ്. കാരണം ഇന്ന് ഒരു വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഹണിക്ക് എന്തായാലും ഓർമ്മയുണ്ടാവും ആദ്യത്തെ ബോയ് ഫ്രണ്ടിന്റെ പേര്. ഞാൻ ഉദ്ദേശിച്ച ബോയ് ഫ്രണ്ട് ഹണിക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വിനയൻ സാർ നൽകിയ ബോയ് ഫ്രണ്ടിന്റെ കാര്യമാണ്. ഇവിടെ കുറെ പേര് കേൾക്കട്ടെ എന്നുള്ളൊരു എക്സൈറ്റ്മെന്റിലുണ്ട്. ആ ബോയ് ഫ്രണ്ടിന്റെ ആ ക്യാരക്ടറിന്റെ പേര് അത് ഓർമ്മയുണ്ടോ ഹണിക്ക്? എന്തായിരുന്നു ആ ക്യാരക്ടറിന്റെ പേര്? ബോയ് ഫ്രണ്ടില് മണിക്കുട്ടന്റെ ക്യാരക്ടറിന്റെ പേര് എന്താണെന്ന് ജൂലി പറ ഞങ്ങളോട്. പറയാം. എന്റെ ബോയ് ഫ്രണ്ടിന്റെ പേര് ഞാൻ ഓർക്കണില്ല. പിന്നെയാണ് സിനിമയിലെ പെട്ടല്ലോ നാടൻ പേര് രമേശ് എന്നുള്ളതാണോ? അല്ല ആണോ? അപ്പൊ ആ ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് നമ്മളെന്തായാലും ഈ വാലന്റൈനിൽ ഒരു സ്പെഷ്യൽ ആയിട്ട് സമ്മാനം കൊടുക്കാം. അടുത്തൊരു ചെറിയ ചോദ്യം, ഒരു കുട്ടി ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ ഹണിയെ നമുക്ക് ഇനോഗ്രേഷനിലെ ഒരു സ്റ്റാർ തന്നെയാണ് ഹണി. എത്രയോ സ്ഥാപനങ്ങളുടെ ഇനോഗ്രേഷന്റെ ഭാഗമാകുന്നതിനായിട്ട് ഹണി പോകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉടനീളം ഹണി വരുന്ന ഓരോ വേദികളിലും ഉണ്ടാകുന്ന ജനങ്ങളുടെ സ്നേഹം, അവരുടെ ഇഷ്ടം, അതൊക്കെ നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഇന്നും നമ്മൾ വീണ്ടും ഒരു ഇനോഗ്രേഷന് വേണ്ടി വന്നിരിക്കുകയാണ്. സിനിമയ്ക്കകത്ത് നിൽക്കുമ്പോഴും സിനിമയ്ക്ക് പുറത്ത് നിൽക്കുമ്പോഴും ഒരു ഇനോഗ്രേഷൻ എന്നുള്ള രീതിയിൽ ഒരു മുഖ്യ അതിഥിയായി ഇങ്ങനെയുള്ള നാടുകളിലേക്ക് ഒരു വലിയ ഗസ്റ്റ് ആയിട്ട് വരുമ്പോഴും മനസ്സിൽ തോന്നുന്ന സന്തോഷം എങ്ങനെയാണ് എന്നറിയാൻ പ്രേക്ഷകർ ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ടാവും അല്ലേ? നമ്മുടെ ഇടയിൽ ഒരു ഇനോഗ്രേഷൻ വേദികൾ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണ് ഹണി റോസ്. അത്രയും അധികം ആളുകളുടെ ഇഷ്ടം നേടിയെടുത്ത ഒരു അഭിനേത്രിയാണ്. എന്താണ് ഈ ഒരു സമയത്ത് നമ്മൾ വീണ്ടും ഒരു ഇനോഗ്രേഷന്റെ വേദിയിലാണ് നിൽക്കുന്നത്. സോ ഭയങ്കര സന്തോഷാണ്. കാരണം ഇത് എപ്പോഴും എന്താ പറയുന്നത് ഭയങ്കര ഐശ്വര്യം നിറഞ്ഞൊരു ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലെ? ഒരു പുതിയ തുടക്കമാണ്, ഭയങ്കര പ്രതീക്ഷകളാണ്. ഒരു 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 ഇപ്പം സിദ്ദിഖ് സാറിന്റെ അല്ലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒക്കെ സ്വപ്നമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്നെയും കൂടി ഇൻവൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ബ്ലെസ്സിങ് മാത്രമാണ്. നമുക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഇനോഗ്രേഷൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു വൈബ് ഇപ്പൊ ഇവരെ കാണുമ്പോൾ ഇവര് കാണിക്കുന്ന ഒരു സ്നേഹവും ഇഷ്ടവും അത് നമുക്ക് അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഈ ഒരു ഇനോഗ്രൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഞാൻ ബോയ് ഫ്രണ്ട് കഴിഞ്ഞിട്ട് തൊട്ടേ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തല്ല ഇത് ചെയ്യുന്നത്, വർഷങ്ങളായിട്ട് അത് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയൊക്കെ ഇപ്പം കുറച്ചും കൂടി ഇങ്ങനെ അത് അതെ ഇൻഫ്ലുവൻസ് ഒന്നുള്ളത് കൊണ്ടായിരിക്കും ഇപ്പം കൂടുതലും അറിയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ നാളുകളായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കുറെ പേര് വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്നാലും 2023 ഒരു വാലന്റൈൻസ് ഡേയിൽ വന്ന് നിൽക്കുമ്പോൾ അങ്ങനെ ഒരു പ്രണയം, അങ്ങനെ ഒരു മാരേജ് ഉണ്ടെങ്കിൽ അത് സിനിമയ്ക്കകത്ത് നിന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, അവിടെ നിന്ന് ഒരു ഇഷ്ടമുള്ള ഒരു വ്യക്തി എങ്ങനെയായിരിക്കും ഞങ്ങളൊരു സാധാരണ പ്രേക്ഷകരുടെ ഒരു ചോദ്യമാണ്. ആനി സിമ്പിൾ ആയിട്ട് അതിനെ എടുത്താൽ മതി. എന്താ അതിന്റെ ഉത്തരം? അവര് ഓൾറെഡി പറഞ്ഞു വേണ്ടാന്ന്. അത് തന്നെയാണ് വേണ്ട. എന്ത് രസമാണ് ഇപ്പൊ, എന്ത് സിംഗിളാണ്, മനസ്സമാധാനം ഉണ്ട്, നന്നായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഇനി ഭയങ്കര ഹാപ്പിയാണ്. നമുക്കിങ്ങനെ അടിച്ചു പൊളിച്ച് വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കാമല്ലോ. സുഖമാണ്, സന്തോഷമാണ്. അപ്പൊ കുറെ കാലം കൂടി നമ്മുടെ ഹണി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, മക്കളെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇനോഗ്രേഷന്റെ ടൈമിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വീരസിംഹ റെഡ്ഡി നല്ല അടിപൊളി
എന്തായാലും ഭാഷ ഏതായാലും സിനിമകളെ ഇഷ്ടപ്പെടുന്ന നല്ല പ്രേക്ഷകരുണ്ടാവുക. ഏത് ഭാഷയിൽ അഭിനയിച്ചാലും അതാണ് ഏതൊരു ക്യാരക്ടർ. ഡാൻസ് ചെയ്ത് പറയാനും കാണില്ല. ആക്ച്വലി പടം ഭയങ്കര, ഈ സോങ് അവിടെ ഭയങ്കര ഹിറ്റാണ് അവിടെ. നമ്മളവിടെ എപ്പോൾ ചെന്നാലും ഈ സോങ് ആണ് അവർ വെൽക്കം ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്. അതെ അതെ അതെ. അത് മാത്രമല്ല അവിടുത്തെ ഞാൻ പറഞ്ഞ ഡയലോഗ്സും ഒക്കെ ഭയങ്കരമായിട്ട് അവർ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ അറിയാൻ വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തെലുങ്ക് നല്ല രസമുള്ളൊരു ഭാഷയാണ്. അത് വേണേ ചോദിക്കും, ഞാൻ പറയാം. ഞാൻ കഷ്ടപ്പെട്ട് ഇരുന്ന് ഇത്ര ഞാൻ പരീക്ഷയ്ക്ക് പോലും പഠിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചതാണ്. അയ്യോ నాకు చాలా ఇష్టం. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്, ഉടനെ തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു തെലുങ്ക് മൂവി. അതെ, താങ്ക് യു സോ മച്ച്. ഇന്ന് എൻറോൾ ബിൽബയാസിന്റെ സന്തോഷം ഏറ്റുവാങ്ങുന്നതിനായി ഹണി റോസ് നമ്മുടെ നാട്ടിലേക്കായി എത്തിയിരിക്കുകയാണ്. ഇനോഗ്രേഷന്റെ കർമ്മം നിർവഹിക്കുന്നതിനായിട്ട് ഹണി ഷോറൂമിന്റെ മുൻവശത്തേക്ക് നീങ്ങുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രണ്ടേജിൽ നിൽക്കുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒന്ന്